ഓണപ്പരീക്ഷയും അടുത്തെത്തിയില്ലേ? ഏറ്റവും ലാസ്റ്റത്തെ പരീക്ഷ ആയതുകൊണ്ട് കെമിസ്ട്രി ഇപ്പോഴേ പഠിക്കേണ്ടെന്ന് വിചാരിച്ചിരിക്കും. പഠിക്കാത്തിരുന്നാൽ ഞാൻ നല്ല അടി തരും. നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് 40 മേടിക്കണം. നിങ്ങൾക്കറിയാലോ, ഓരോ ദിവസം 2 പരീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ ആ സമയത്ത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടാവും, കെമിസ്ട്രിയിൽ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നല്ലേ? ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഫസ്റ്റ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്താൽ ഒരു 14 മുതൽ 16 മാർക്ക് വരെ ചോദ്യങ്ങൾ വരും. ഇതിൽ എന്തൊക്കെയാ പഠിക്കേണ്ടത്? ആദ്യം തന്നെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവരെ ആരാ കണ്ടെത്തിയത്? ഓക്കെ, ഏത് സയന്റിസ്റ്റ് ആണ് കണ്ടെത്തിയത്? പിന്നെ കാഥോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഒന്നും നിങ്ങളോട് ചോദിക്കൂല, പക്ഷെ കാഥോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതും പഠിക്കണം. അടുത്തതായിട്ട് തോംസൺ മോഡൽ ഓഫ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ പോയിന്റുകൾ പഠിക്കാം. റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, സൗരയൂഥ മാതൃക പഠിക്കുമ്പോൾ അതിന്റെ ആദ്യം പരീക്ഷണം പഠിക്കണം. പരീക്ഷണം എങ്ങനെ നടത്തി എന്നുള്ളതല്ല, പരീക്ഷണത്തിന്റെ ഒബ്സർവേഷൻ. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ, നിരീക്ഷണം പഠിക്കാം. അതിന്റെ അസംഷൻ പഠിക്കാം. അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിന്റെ പോയിന്റുകൾ പഠിക്കാം. ഇത് മൂന്നായിട്ട് തന്നെ ചോദിക്കും. അപ്പൊ ഒബ്സർവേഷൻ ചോദിക്കുമ്പോൾ അസംഷൻ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടൂല. അടുത്തത് ബോർ മോഡൽ ഓഫ് ആറ്റം. സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ട് ബോർ ആറ്റം മോഡലിൽ 3 പോയിന്റ് എഴുതുക എന്നൊക്കെ പറയും. അപ്പൊ ഈസി ആയിട്ട് അത് പഠിച്ചു വെച്ചാൽ നമുക്ക് 3 മാർക്കൊക്കെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. അടുത്തത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി ഡയഗ്രാം വരയ്ക്കാനും, എഴുതാൻ മാത്രമല്ല ഡയഗ്രാം വരയ്ക്കാനും അറിഞ്ഞിരിക്കണം. പിന്നെ ഐസോടോപ്പ്, ഐസോബാർ. ഇതിൽ ഐസോടോപ്പിന്റെ ഐസോബാറിന്റെ ഡെഫിനേഷൻ, കുറെ കോമ്പൗണ്ടുകളെ തന്നാൽ ഐസോടോപ്പിനെ ഐസോബാറിനെ തിരിച്ചറിയാൻ അറിയണം. പിന്നെ ഐസോടോപ്പുകളിലേക്ക് വരുമ്പോൾ ഹൈഡ്രജന്റെ 3 ഐസോടോപ്പ് ഉണ്ട്, അതിന്റെ പേരും സ്ട്രക്ചറും പഠിക്കണം കേട്ടോ. കാർബണിന്റെ ഐസോടോപ്പ് പഠിക്കുക. ഐസോടോപ്പുകളുടെ ഒരു ബോക്സിനുള്ളിൽ യൂസസ് ഉണ്ട്. പലരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് പഠിക്കൂല, പക്ഷെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വെറുതെ എന്തിനാ നമ്മൾ 2 മാർക്ക് കളയുന്നത്? അപ്പൊ അതുകൊണ്ട് ആ യൂസസ് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഒരു 16 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മാർക്കിന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ. അപ്പൊ നോക്കിക്കേ, ഈ ഒരു 18 to 20 മാർക്ക് ഇല്ലേ? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരിക. സെക്കൻഡ് ചാപ്റ്ററിൽ ഇപ്പൊ നമുക്ക് ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് കണ്ടെത്താനുണ്ടാവും. അതിൽ 1 മാർക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനായിരിക്കും. സോ ആദ്യത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററും ക്ലബ് ചെയ്തിട്ടാണ്, അങ്ങനെയാണ് ഒരു 20 മാർക്കിലേക്ക് അത് എത്തുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, മോഡേൺ പീരിയോഡിക് ലോ, ഹെൻറി മോസ്ലിന്റെ മോഡേൺ പീരിയോഡിക് ലോ ഉണ്ട്. ആധുനിക ആവർത്തന നിയമം. പിന്നെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മളോട് പറയും, ഇത് 3ാമത്തെ പീരീഡിലെ ഇന്ന ഗ്രൂപ്പിലെ ഒരാള്, ഇയാൾക്ക് മുമ്പുള്ള ആളുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ആളുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണേ. പിന്നെ മെയിൻ ഗ്രൂപ്പ്, പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ, നോബിൾ ഗ്യാസസ്, അലസവാതകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ്, നമ്മുടെ സംക്രമണ മൂലകങ്ങൾ, ഇവരെന്താണെന്ന് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ലാന്തനോഡ്സ് ആൻഡ് ആക്ടിനോഡ്സ്, പിന്നെ അറ്റോമിക് സൈസും അതിന്റെ ട്രെൻഡും. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ട്രെൻഡൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ആദ്യത്തെ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് 36 മാർക്ക്, അതായത് A+ എത്തിക്കഴിഞ്ഞു. ആദ്യത്തെ 2 ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ A+ലേക്ക് എത്തിക്കഴിഞ്ഞേ. ഇനി 3ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. പല സ്കൂളുകളിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ചാപ്റ്റർ ഇപ്പൊ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. അയോണിക് ബോണ്ട്, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം, വാലന്റ് ബോണ്ട്, ഇലക്ട്രോ നെഗറ്റിവിറ്റി, പോളാർ കോമ്പൗണ്ട്സ് വരെയാണ് സിലബസിലുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ക്ലാസ് ഇല്ല, അതുകൊണ്ട് ചിലപ്പോ പിന്നെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വേണ്ട പോട്ടെ. കഴിഞ്ഞ വർഷത്തെ ഇതുവരെ പോർഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ പരീക്ഷ പേപ്പർ എടുത്തു നോക്കിയാൽ ഈ അയോണിക് ബോണ്ട് വരെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു അയോൺ എങ്ങനെ ഉണ്ടാവുന്നു, കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ എൻ്റെ കുട്ടികൾ ഈ ഒരു ചാപ്റ്റർ മുഴുവൻ പഠിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു അയോണിക് ബോണ്ട്, അയോൺസ് എങ്ങനെ ഉണ്ടാവുന്നു, അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനും അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കുക. അതെങ്കിലും അറിഞ്ഞിരിക്കുക. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനില്ലേ, ഞാൻ പഠിപ്പിച്ചു തരും. അയ്യോ ഇതെനിക്ക് അറിയത്തില്ലേ, എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചില്ലേ? നോ വറീസ്, ഞാൻ പഠിപ്പിച്ച് തന്നിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ് 9 കെമിസ്ട്രി ചാനലിൽ ഫുൾ ചാപ്റ്റർ റിവിഷൻ, അവിടെ മിസ് ഈ ടോപ്പിക് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെടുത്ത് കാണാം. ആദ്യം എൻ്റെ കുട്ടികളെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. 2x ഇട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഡൗട്ടുള്ള പോർഷൻ മാത്രം കണ്ടാൽ മതി. അതിനുശേഷം ചോദ്യങ്ങൾ ചെയ്യണം. അപ്പൊ ചോദ്യങ്ങൾ ചെയ്ത് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ക്ലാസ് കണ്ട് പഠിക്കുന്നത് വെറുതെ ആയിപ്പോ. ഈ സബ്ജക്റ്റ് അല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ക്ലാസ് കണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത ശേഷം റിവൈസ് ചെയ്യണം. അതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഞാൻ തന്നോളും, അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ ഞാൻ തരും. നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ട് അവിടെ വന്ന് ഇരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പം ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും പാടുള്ള സബ്ജക്റ്റുകളൊക്കെ ആദ്യം പഠിച്ചു തുടങ്ങുക. അതോടൊപ്പം കെമിസ്ട്രിയോ
അല്ലെങ്കിൽ ബയോളജി ഏതെങ്കിലുമൊക്കെ പഠിച്ച് തീർക്കുക. കാരണം 2 സബ്ജക്റ്റ് ഒരു ദിവസം ഉള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് റിവൈസ് ചെയ്യാൻ മാത്രമായിരിക്കും തലേന്ന് ടൈം കിട്ടുക. അന്ന് ഇരുന്ന് കോൺസെപ്റ്റ് പഠിക്കാനിരുന്നാൽ കിളികൾ പറന്നു പോകും. അങ്ങനെ വരരുത്. കെമിസ്ട്രിയിൽ ഓണപ്പരീക്ഷയ്ക്ക് 40 മേടിക്കണം കേട്ടോ. എന്റെ കുട്ടികളിലപ്പം ഞാനുണ്ട്. നമ്മൾ അടിപൊളിയാക്കിയിരിക്കും. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ ഇരുന്ന് പഠിച്ചാൽ മതി. ഇപ്പൊ എന്തൊക്കെ പഠിക്കണം, എന്താ മാർക്ക് എന്നുള്ളതൊക്കെ ഒരു ഡൗട്ടൊക്കെ മാറി ക്ലിയർ ആയില്ലേ? സോ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കിടിലൻ വീഡിയോസ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ 3rd ചാപ്റ്റർ സ്കൂളുകൾ തുടങ്ങിയോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എത്ര സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് എന്റെ കുട്ടികൾ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ചോ. എല്ലാവർക്കും മിസ്സിന്റെ അനുഗ്രഹമുണ്ട്. ഓൾ ദി ബെസ്റ്റ്.